3 മാസത്തോളം സമയമെടുത്താണ് ബൈക്ക് പെയിന്റ് ചെയ്ത് തിരിച്ച് കിട്ടിയത്. വൈറ്റും ബ്ലൂ അല്ലേ വരുന്നത്, അഥവാ പോലീസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ R15 കളർ മാറ്റാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ കാണുന്ന R15 വാങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളം ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ വാങ്ങിയ സമയം തൊട്ടേ വണ്ടിയുടെ സ്റ്റോക്ക് കളർ തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെ വണ്ടിയുടെ കളർ മാറ്റിയാലെന്നൊരു ആലോചന എൻ്റെ മനസ്സിലിങ്ങനെ കയറിപ്പറ്റി. അങ്ങനെ ഞാൻ ഒടുവിൽ വണ്ടിയുടെ കളർ മാറ്റാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. R15 സ്റ്റോക്ക് കളർ എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റും, ഇതാണ് സ്റ്റോക്കായിട്ട് വരുന്ന കളറ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മാറ്റാനാണ് എൻ്റെ ഒരു പ്ലാന്. ഇത് മാറ്റിയിട്ട് ബ്ലൂ ആക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എവിടെയൊക്കെയാണ് ബ്ലൂ അടിക്കുന്നുള്ള കാര്യമൊക്കെ വണ്ടി പെയിന്റ് അടിച്ച് കിട്ടുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഷോപ്പിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ബൈക്ക് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണേ. കാരണം ബൈക്കിൽ നിറയെ അഴുക്കുണ്ട് കേട്ടോ. ഈ ഒരു സിംഗാമിൻ്റെ ഭാഗത്ത്, വീലില്, ഈ ഒരു ടാങ്ങിൻ്റെ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നല്ല രീതിക്ക് അഴുക്കുണ്ട്. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുക്ക് പോവില്ല. അപ്പോൾ അതെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഷോപ്പിലോട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഇനി പെയിന്റ് ചെയ്യുന്ന ഷോപ്പിലോട്ട് പോവാം. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റ് 4 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോറിയിലാണ്. ഇതാണ് ആ കോറി, മൂക്കുന്നി മല എന്ന് പറയും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചതേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം ഗായ്സ്. 1 hour later. ഗൈസ്, അങ്ങനെ ബൈക്ക് നല്ലപോലെ വാഷൊക്കെ ചെയ്തിട്ട് പെയിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വർക്ക്ഷോപ്പിലാണ് ബൈക്ക് പെയിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബൈക്ക് പെയിന്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം പെയിന്റിങ് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുത്തുള്ള പരിപാടിയാണ്. ഏകദേശം ഒരു 10-15 ദിവസത്തോളം ആവും ബൈക്കൊന്ന് പെയിന്റ് ചെയ്ത് കിട്ടാനായിട്ട്. മഴയൊന്നും ഇല്ലെങ്കിൽ അത്രയും ദിവസത്തിനകത്ത് കിട്ടും. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിലേ ആവും. അപ്പോൾ ഇനി ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിലോട്ട് ബൈക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. ഗൈസ്, ബൈക്ക് പെയിന്റ് ചെയ്ത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മാസത്തോളം സമയം എടുത്താണ് ബൈക്ക് പെയിന്റ് ചെയ്ത് തിരിച്ച് കിട്ടിയത്. ഇത്രത്തോളം ഡിലേ ആവാൻ കാരണമെന്ന് പറയണത്, ഒന്ന് കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു, മഴയുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. 2 ഞാൻ പെയിന്റ് ചെയ്യാൻ കൊടുത്ത ഷോപ്പിലെ ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആക്കി കേട്ടോ. കുറച്ചധികം ഡിലേ ആക്കി. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ് ബൈക്ക് ഇത്രത്തോളം പെയിന്റ് ചെയ്ത് തിരിച്ച് കിട്ടാനായിട്ട് ഡിലേ ആയിപ്പോയത്. ഞാൻ പ്രതീക്ഷിച്ചതൊരു 15-20 ദിവസം കൊണ്ട് തന്നെ ബൈക്ക് പെയിന്റ് ചെയ്ത് തിരിച്ച് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റുകയായിരുന്നു. അതെന്തോ ആവട്ടെ, കഴിഞ്ഞു. ബൈക്ക് എന്തായാലും പെയിന്റ് ചെയ്ത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ബൈക്ക് പെയിന്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബൈക്കിന്റെ പുതിയ കളറ്? വീഡിയോയിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കളർ ഓവറാണോ എന്ന് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നേരിട്ട് കാണാൻ അത്രയും ഓവർ അല്ലെന്നാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്. ഗൈസ്, ഇപ്പോഴാണ് നമ്മുടെ ബൈക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് ലുക്കായത്. സ്റ്റോക്ക് കളറിൽ കാണാൻ വലിയൊരു ഗുമ്മില്ലായിരുന്നു. കാരണം ഫുള്ള് വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു പീസ് ബ്ലാക്കും ആയിരുന്നു വന്നിരുന്നത്. അതിൽ കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു. അഴുക്ക് പറ്റിയാലും പെട്ടെന്ന് അറിയാൻ പറ്റും, കാരണം വൈറ്റ് അല്ലേ. ഇപ്പം ബ്ലൂ ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. പിന്നെ ബ്ലൂ അടിച്ചത് കൊണ്ട് തന്നെ എനിക്ക് RC ബുക്കിൽ കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ RC ബുക്കിൽ വരുന്ന കളർ എന്ന് പറയുന്നത് ബ്ലൂവും വൈറ്റും ആണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന കളറാണെങ്കിലോ വൈറ്റും ബ്ലാക്കും, പിന്നെ ബ്ലൂ ആണെങ്കിൽ പേരിനിതാ ഇവിടെ ഒരു സ്റ്റിക്കർ മാത്രമേ വരുള്ളൂ. ബൈക്കിൻ്റെ സ്റ്റോക്ക് കളർ വരുന്നൊരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ താഴെ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പുറകിൽ, അതായത് നമ്മളെ ഗ്രാബ് റെയിലിൻ്റെ പുറകിലായിട്ട് ഞാൻ വൈറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം RC ബുക്കിൽ വൈറ്റും ബ്ലൂ അല്ലേ വരുന്നത്. അഥവാ പോലീസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ വൈറ്റ് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രാബ് റെയിൽ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സിങ് ആകുമ്പോൾ അലുമിനിയത്തിൻ്റെ കളറാണ്, അതും അലുമിനിയം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലിപ്പോണിൻ്റെ ബേസായിട്ട് വരുന്ന ഈ ഒരു ഭാഗവും അലുമിനിയമാണ് വരുന്നത്. പിന്നെ വീല് 2 ബ്ലൂ ആണ്. മഡ്ഗാർഡ് ഞാൻ ആദ്യം ബ്ലാക്ക് ആക്കാമെന്ന് വിചാരിച്ച, പിന്നീട് അത് മാറ്റി ബ്ലൂ ആക്കി. പിന്നെ സ്റ്റമ്പ് 2 ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത്രയും പാർട്സിൻ്റെ കളറാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പം ബൈക്ക് പെയിൻറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 11,000 രൂപയോളം ആയിട്ടുണ്ട്. വേറൊരു കടയിൽ അന്വേഷിച്ചായിരുന്നു. അപ്പോഴവരും ഈ ഒരു 10-11,000 രൂപ റേഞ്ച് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ കൊടുത്തത്. പെയിൻറ്റ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഷെഡില്ല കേട്ടോ, പെയിൻറ്റ് ചെയ്യാൻ ഷെഡില്ല. പുറത്ത് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം പെയിൻറ്റ് അടിച്ച് ഇറക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഇടയിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ
ഇവിടെയൊക്കെ പൊടി ഇങ്ങനെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പെയിൻറ് ചെയ്തപ്പോഴത്തേക്ക് വെള്ളം വീണിട്ട് ആ ക്ലിയർ കോട്ടിങ് വെള്ളത്തുള്ളി പോലെ ഇരിപ്പുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും ബൈക്ക് പെയിൻറ് ചെയ്ത് കിട്ടി, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളുടെ ഇനി പറയാനില്ല. അപ്പോൾ എന്നും പറയുന്നത് പോലെ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്ന പ്രതീക്ഷ. എല്ലാവർക്കും ബൈ.